വയനാട് റോഡ് വഴി ട്രാവൽ. അപ്പോൾ ഞാനിപ്പോൾ വയനാട് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് കാലിക്കറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഈസ് യു ഡി വ്ലോഗ്. യു ക്യാൻ കോൾ മീ യു ഡി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെ വെച്ചാൽ കോണോട്ട് എന്ന് പറഞ്ഞ സ്പോട്ടിലാട്ടോ. അതായത് കാലിക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ, അതായത് കൽപ്പറ്റ, അതായത് നമ്മൾ വയനാട് പോകുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ നിൽക്കാനുള്ള റീസൺ ഉണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, ചന്ദ്രേട്ടൻ്റെ ചായക്കട. അതായത് ഉള്ളേരിയിലോട്ടാണ്, അത്രയ്ക്ക് ടൗൺ ഏരിയയിലൊന്നല്ല. അപ്പോൾ ഞാൻ അവിടുന്ന് റോട്ടിൽ നിന്ന് ഒരു 650 മീറ്റർ നിന്നിട്ട് നിങ്ങളുടെ ബോർഡൊക്കെ കാണാം. പാർക്കിങ്ങിനായിട്ട് സെപ്പറേറ്റ് അവിടെ എടുത്തിട്ടുണ്ട്. അവിടെ പാർക്കിംഗ് ബോർഡുണ്ട്. അവിടെ ബൈക്ക് നിർത്തിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയൊരു വാക്ക് വേ, ചെറിയൊരു ഇതിലൂടെ നടന്നു പോകണം. ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി ബൈക്കോ അല്ലെങ്കിൽ കാറൊക്കെ സൈഡ് ചെയ്തിട്ട് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് പോയാൽ വെർത്താണോന്ന് ചോദിക്കണില്ലേ. കാലിക്കറ്റ് മസ്റ്റായിട്ട് ഹീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ മസ്റ്റായിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു ഫുഡാണ് ചന്ദ്രേട്ടൻ്റെ ഫുഡ്. കാരണം അടിപൊളി. കാലിക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഫിഷ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഇവിടുന്ന് കിട്ടും. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ കഴിക്കാൻ പോകുന്നുള്ളൂ. പക്ഷെ ഇവിടുന്ന് കഴിച്ച ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം റെക്കമെൻഡ് ചെയ്ത ഒരു സ്പോട്ട് കേട്ടോ. നീ എന്തായാലും അവിടെ പോയിട്ട് അവിടെ ചെന്നോ, വെർത്താവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വയനാടൊക്കെ പോകുന്ന റൂട്ടിലാണേനും എന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് വയനാട് പോയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് വഴി വയനാട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ കാലിക്കറ്റ് വിസിറ്റ് ചെയ്ത് അങ്ങനെ വയനാട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അവിടെ ഫുഡ് കഴിച്ചിട്ട് തന്നെ കയറി പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നടക്കാം. അങ്ങോട്ട് നടന്നിട്ട് ചന്ദ്രേട്ടനെ കണ്ടിട്ട് ബാക്കി. ഓക്കെ. അപ്പോൾ അങ്ങനെ ഫൈനലി ഇതാട്ടോ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓലക്കിട്ട ഒരു ഷോപ്പാണ്. അങ്ങനെ അതിലോട്ട് കയറാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. രാവിലെ 11 മണിയായിട്ടുള്ളൂ. ചന്ദ്രേട്ടൻ ഞാൻ വിളിച്ചായിരുന്നു. ഓക്കെ. അപ്പം എനിക്ക് ഫുഡിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ട്. ഓക്കെ. അപ്പം ഇന്ന് സമയം ഏകദേശം കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. മുൻകൂട്ടി വിളിച്ചിട്ടൊക്കെ വന്നാൽ മതി ഇവിടെ വരുന്നവരാണെങ്കിൽ. ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് കാണാം, തിരക്ക് നന്നായിട്ടുണ്ട്. സമയം ഒരു 11:30 ആയിട്ടുള്ളൂ കേട്ടോ. റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഓക്കെ, ഇനി കിച്ചൺ വിസിറ്റ് ചെയ്യാം. ഹായ് ചേട്ടാ. മെയിനായിട്ട് ഇവിടുത്തെ ഫിഷ് ഐറ്റംസ് ആണല്ലേ മെയിനായിട്ട്? അതെ. ഓക്കെ. അല്ല, ഇത് ഏതൊക്കെയാ ഫിഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഐക്കോറ ഫ്രൈ ആണ്. മീൻ കറിയായിരുന്നു. ഏതായിരുന്നു? അയില. ചെമ്മീൻ. ഇതെന്താ പ്രത്യേകത? ഓക്കെ. ചുടുന്നത് കാണാൻ തന്നെ നല്ല വേറെ വെറൈറ്റി ആട്ടോ. നമ്മളെ ചോറും ചിരട്ടയിലാണല്ലേ കത്തിക്കുന്നത്. ചിരട്ട കത്തിയിട്ട് മൺചട്ടിയിൽ ചുടുന്ന റോഷന്. കൈപ്പത്തിരിയാണ് ചേട്ടാ. ഒന്ന് പിടിച്ച് ഇങ്ങനെ പിടിക്കും. ജസ്റ്റ് ഒന്ന് സൈഡ് കാണിക്കാൻ വേണ്ടിട്ടാ. ഓക്കെ. ഈ ഒരു ഐറ്റം ആട്ടോ ഇത് ഇവിടെ ഉണ്ടാക്കുന്നവര്. നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതാ വരുന്നത് പുഴുക്ക്, കപ്പ പുഴുക്ക്. പൊടി കേട്ടോ. കിച്ചണൊക്കെ അടിപൊളി. ഓക്കെ. അപ്പം നമുക്കിനി ഫുഡ് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്തിട്ട് കഴിക്കാം. ബാക്കി കഴിച്ചിട്ട് ഞാൻ പറയാം. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടോ. ഫുഡ് വന്നു. അത് സംഭവിച്ചു വെച്ചാൽ പകുതിയോളം കഴിച്ചു. ഞാൻ ആ ടേസ്റ്റിൽ അങ്ങോട്ട് മറന്നുപോയി എന്ന് പറയുവാണെങ്കിൽ. ഓർഡർ ചെയ്തത് പത്തിരിയാണ്. പത്തിരി നല്ല കട്ടുണ്ട്, നല്ല ടേസ്റ്റുണ്ട് പത്തിരി. പിന്നെ കപ്പുണ്ട് അവിടെ. അതെ. അപ്പോൾ ഒരു ആവോലി ഫ്രൈ ഉണ്ടായിരുന്നു ഫുള്ള്. അപ്പം അതിൻ്റെ മുള്ള് മാത്രമേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആട്ടോ. ഒരു പീസ് കൂടി ഉണ്ട്, കാണിച്ചു തരാം. തല അതെ, നല്ല സോഫ്റ്റ് ആട്ടോ. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോഴത്തേന് പൊടിഞ്ഞ് വീഴാണ് ഈ ഒരു ഈ ഫിഷ്. അടിപൊളി. പിന്നെ ഒരു ചായ ഉണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ ഈ പാട്ടുണ്ട് നിങ്ങളുടെ പാട്ടും കേട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ രസം. ആയിരിക്കുന്ന കേട്ടോ ചന്ദ്രേട്ടൻ. ഓക്കെ. ഫുഡ് കഴിച്ച് കഴിയാനായി.
ഇനി ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ബാക്കി പോണ വഴിയിൽ വെച്ചിട്ട് താമരശ്ശേരി ചുരം വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ് താമരശ്ശേരി ചുരമൊക്കെ അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ ഒരിക്കലും മാക്സിമം സ്കിപ്പ് ചെയ്യല്ലേ. 4K ഇട്ട് കാണുകയാണെങ്കിൽ ഒന്നൊരു ഉഷാറാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി പോണ വഴിയിൽ വെച്ച് കാണാം. അങ്ങനെ ഫൈനലി നമ്മളിത് ഇവിടെ എത്തിട്ടോ, താമരശ്ശേരി ചുരം. പണ്ട് കുതിരവട്ടം പപ്പുറം വരെ നമ്മളെ താമരശ്ശേരി ചുരം. അപ്പോൾ താമരശ്ശേരി ചുരത്തിൻ്റെ തുടക്കത്തിട്ടുള്ളൂ. നട്ടുച്ച സമയമാണ്, ഏകദേശം 12 മണിയൊക്കെയാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പാണ് ഈ ഒരു ചുരം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് താമരശ്ശേരി ചുരത്തിൻ്റെ എവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. പാർക്ക് ചെയ്ത് പറഞ്ഞാൽ ഞാൻ സൈഡാക്കിക്കണം ബൈക്ക്. അപ്പോൾ ഇങ്ങനെ കയറി പോവാം. ജസ്റ്റ് ഇവിടുന്ന് ഒരു വെള്ളം കുടിക്കണം എന്ന് എനിക്കുണ്ട്, പക്ഷേ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഇവിടുന്ന് കയറുന്ന വിഷ്വൽസൊക്കെ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഞാൻ മ്യൂസിക് ആഡ് ചെയ്ത് കാണാം. പിന്നെ റയറായിട്ട് എന്തെങ്കിലും അടിപൊളി എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, കോഴിക്കോടിനെ വയനാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് ഈ ഒരു താമരശ്ശേരി ചുരം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 12 കിലോമീറ്റർ ഈ ചുരം വരും. പണ്ട് കുതിര സവാരിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നിരുന്നു താമരശ്ശേരി ചുരം. നമ്മളെ കുതിരവട്ടം പപ്പ് പറഞ്ഞമാതിരി താമരശ്ശേരി ചുരം ഈ റോഡിലൂടെ പോകുമ്പോൾ വല്ലാത്തൊരു അനുഭവമാട്ടോ നിങ്ങൾ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നട്ടുച്ച സമയത്താണ് ഞാൻ ഈ റൈഡ് ചെയ്യുന്നത്. പക്ഷേ നട്ടുച്ച സമയത്താണെങ്കിലും ഈ ഒരു ചുരം കയറും തോറും നല്ല തണുത്തൊരു ക്ലൈമറ്റാണ്. നമുക്ക് മേലോട്ട് കൂടുന്തോറും തണുപ്പ് കൂടി മാത്രമാണ് വരുന്നത്. ഓരോ എയർപിന്ന് വളയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഷോപ്പുകൾ കാണാൻ പറ്റുള്ളൂ. കാരണം ഷോപ്പുകളല്ല, അവിടേക്ക് ഒരു ചെറിയ വ്യൂ പോയിന്റ് വരുന്നുണ്ട്. അവിടെ ചെറിയ കടകളും വരുന്നുണ്ട്. നമുക്ക് അവിടെ സൈഡാക്കിയിട്ട് വേണമെങ്കിൽ വെള്ളമോ ചായയൊക്കെ കുടിക്കാനും അവിടെ ഇരുന്ന് ആസ്വദിക്കാനൊക്കെ പറ്റും. 9 എയർപിന്ന് കയറിയിട്ടാണ് നമ്മൾ വയനാട് തന്നെ. എയർപിന്ന് എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചിട്ടുള്ള എയർപിന്നൊന്നല്ല, നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ വന്നിട്ട് എയർപിന്നാണ്. അപ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ അത്രക്ക് ടയേർഡോ അങ്ങനെയൊന്നും വരുന്നൊന്നുമില്ല. നമുക്ക് സ്കൂളായിട്ട് പോകാൻ പറ്റുന്ന ഒരു ചുരം കൂടിയാണ് ഈ ചുരം. നേരെ കയറി ചെന്ന് ലേക്കടേക്ക് എത്തുമ്പോൾ 2625 സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് ഈ ഒരു ചുരം വരുന്നത്. വയനാടിന്റെ ഭംഗിക്ക് വലിയൊരു പങ്ക് വഹിക്കുന്നതായിരിക്കട്ടെ താമരശ്ശേരി ചുരം. ബൈക്കിലൊക്കെ പോകുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ്. തണുത്ത കാറ്റും. നിങ്ങൾ ബൈക്കിലായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാറിലും പോകാം, പക്ഷെ ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് ആ ക്ലൈമറ്റ് ഒക്കെ എൻജോയ് ചെയ്താൽ പോകാൻ പറ്റുന്നൊരു റൂട്ടാട്ടോ ഈ താമരശ്ശേരി ചുരം. ഓരോ എയർപിന്ന് കയറുമ്പോഴും ക്ലൈമറ്റിൻ്റെ ചേഞ്ച് നമുക്ക് മനസ്സിലാവട്ടോ. ഏകദേശം ഒരു 6ാമത്തെ എയർപിന്നൊക്കെ എത്തുമ്പോൾ റോഡിന് ഒരു പ്രത്യേകതര അനുഭവം കിട്ടുന്നുണ്ട് നമുക്ക്. ഈ റോഡിൽ അങ്ങനെ ചെക്ക് പോസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് റോഡിൽ വേണമെങ്കിൽ സൈഡാക്കൊക്കെ ചെയ്യാം. അനിമൽസിൻ്റെ അക്രമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനിമൽസിൻ്റെ അക്രമം ഒന്നുമില്ല. നമുക്ക് പോകുന്ന വഴിക്ക് വല്ല കുരങ്ങന്മാരും മാത്രം കാണാം. കുരങ്ങന്മാർ നമ്മളെ കയ്യിൽ നിന്ന് വല്ല സ്നാക്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടിപ്പറിക്കാതെ നോക്കിയാൽ മാത്രം മതി. ചുരം കയറും തോറും ഫോണിലെ റേഞ്ചൊക്കെ കുറഞ്ഞു വരുന്നുണ്ടോ. എയർടെലിൻ്റെ സിമ്മിനൊന്നും അവിടെ റേഞ്ച് ഇല്ല. BSNL ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ കിട്ടുന്ന റേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ VI-നൊക്കെ ഉണ്ട്. പിന്നെ വോഡഫോണിനൊക്കെയാണ് അവിടെ റേഞ്ച് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ താമരശ്ശേരി ചുരത്തിൻ്റെ വീഡിയോ മാത്രം ചെയ്യാൻ വേറെ റീസൺ കൂടി ഉണ്ട്. അതായത് ചുരത്തിൽ വന്ന് ചായ കുടിച്ച് തിരിച്ചു പോകുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. അത്രയും നല്ല ഗുഡ് എക്സ്പീരിയൻസ് ആണ് താമരശ്ശേരി ചുരം കേട്ടോ. അതുമാത്രമല്ല, ഈ ചുരത്തിലൂടെ നമുക്ക് നേരെ മൈസൂർ വേണമെങ്കിൽ പിടിക്കുക, അതുപോലെ തന്നെ ഊട്ടിയിലോട്ടും പിടിക്കുക. വയനാട്ടിൽ നിന്ന് ഏകദേശം 115 കിലോമീറ്റർ വരുന്നുണ്ട് ഊട്ടിയിലോട്ട്, അതുപോലെ 200 സംതിങ് കിലോമീറ്റർ വരുന്നുണ്ട് മൈസൂരിലോട്ട്. മൈസൂർ വഴിയാണ് നിങ്ങൾക്ക് ബാംഗ്ലൂരും ഈ റോഡ് വഴി പോകാൻ പറ്റും. ഈ ചുരമൊക്കെ കയറിയിട്ട് ഞാൻ ചെല്ലാൻ പോകുന്ന നേരെ 900 കണ്ടിയിലോട്ടോ. വയനാട്ടിൽ അടിപൊളി ട്രക്കിംഗ് സ്പോട്ടാണ് 900 കണ്ടി. നിങ്ങൾക്ക് അറിയാം അവിടെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല. അട്ടലൊക്കെ ഒരു ഏരിയയാണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഫുഡിൻ്റെയും അതുപോലെ ഈ ഒരു ഏരിയ, ഈ റോഡ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് കണ്ടതിന് ശേഷം ആ 900 കണ്ടിയും കൂടി കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. വയനാട്ടിലെ ഒരു അടിപൊളി സ്പോട്ടാണ് 900 കണ്ടി. ബൈക്ക് ട്രാവലിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും മേലോട്ട് എത്തുമ്പോൾ അടിപൊളി എന്നല്ലാതെ വേറൊരു വാക്ക് നിങ്ങൾ പറയില്ല. കാരണം എന്താ വെച്ചാൽ മേലോട്ട് എത്തുന്നതോറും ക്ലൈമറ്റിൻ്റെ ആ ഒരു ഇമ്പം അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയട്ടോ, അടിപൊളിയാണ്. ഈ എയർപിന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ല, എയർപിൻ അത്രയ്ക്ക് വലിയ ബെൻഡൊന്നല്ല, നമുക്ക് കൂളായിട്ട് വളച്ചെടുക്കാവുന്നതും റൈഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു എയർപിന്നാണ് വയനാട് കേട്ടോ. പണ്ട് വയനാട് ചുരങ്ങളിൽ, അതായത് ബെൻഡാകാത്ത വഴികളിലൊക്കെ പഴയ ഷോപ്പുകളും വീടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇപ്പോൾ ആരും അവിടെ ആൾതാമസമില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവിടെയൊക്കെ വീടുകളൊക്കെ അല്ലെങ്കിൽ ചെറിയ കെട്ടിടങ്ങളൊക്കെ നിഗൂഢമായി കിടക്കുന്നത് കാണാൻ പറ്റും. അതായത് പുല്ലൊക്കെ കാടൊക്കെ പിടിച്ചെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
ഈ 6 കിലോമീറ്റർ ആൾ താമസം ഇല്ലെങ്കിലും ഇതുവഴി പോകുമ്പോൾ ആളുകൾ നടന്നു പോകുന്നതൊക്കെ ആയിട്ട് കാണാം. ഇതിൻ്റെ ഒരു 5-4 കിലോമീറ്റർ ഒരു മനുഷ്യക്കുഞ്ഞില്ല, ഐ മീൻ ഒരു ഷോപ്പോ വീടൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ആളുകൾ ഇത്രയും കിലോമീറ്റർ നടന്നിട്ടാണ് ആ വീട്ടിലോട്ട് പോണേ എന്ന് വേണമെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ. അത് മാത്രമല്ല, ഈ പോകുന്ന വഴിക്ക് ഓരോ എയർപോർട്ടിലും നിങ്ങൾക്ക് ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് കാണാൻ പറ്റും. അവിടെ ആളുകൾ സൈഡാക്കിയിട്ട് അവിടെ നിൽക്കുന്നതും ഇരിക്കുന്നതൊക്കെ കാണാനൊക്കെ പറ്റും. ചുരം ഇത്രയും റൈഡ് ചെയ്തിട്ട് ഇത് മേലോട്ട് എത്തിയപ്പോൾ ഈ ഒരു റോഡുണ്ട്, കുറച്ച് ഒരു ഏകദേശം 600 മീറ്ററൊക്കെ ഉള്ളൂ. ഈ റോഡിന് പ്രത്യേകതര സ്പെഷ്യാലിറ്റി ഉണ്ട്. നല്ല ഒരു രസമാണ് ഈ റോഡ് ഇവിടെ കാണാൻ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഈ മേലോട്ട് എത്തുന്തോറും നമുക്ക് താമരശ്ശേരി ചുരത്തിനോട് നമ്മൾ ഇഷ്ടപ്പെട്ട് വരും കേട്ടോ. മേലോട്ട് എത്തുന്തോറും നമുക്ക് റോഡ് എൻഡ് ചെയ്യരുത് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക്. മേലോട്ട് എത്തുമ്പോൾ ഏകദേശം ഒരു 8ാമത്തെ എയർപിൻ എത്തുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് കാണാൻ പറ്റും കേട്ടോ. അവിടെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കാലിക്കറ്റ് നോളജ് സിറ്റി ഒക്കെ കാണാൻ പറ്റുമെന്ന് കേട്ടിരിക്കണേ. അടിപൊളിയാണ്. ഈ ഒരു സൈഡിൽ നമുക്കങ്ങനെ ഒരുപാട് പേര് സൈഡാക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ സൈഡ് ചെയ്യാൻ പറ്റൂല എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് അങ്ങനെ അലൗഡ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് ആ സൈഡൊക്കെ നിങ്ങൾക്ക് ആ വ്യൂ പോയിന്റ് ഒക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന റോഡിൽ എല്ലായിടത്തും ഒരു വ്യൂ പോയിന്റ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും ഇവിടെ പാർക്കിംഗ് അലൗഡ് അല്ല കേട്ടോ. ഇവിടെ ഒരു നല്ല തിരക്കില്ല. സാറ്റർഡേ സൺഡേ ഒക്കെ നിങ്ങൾ ഇവിടെ സൈഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്താൽ പോലീസുകാർ കണ്ട് അപ്പം ആട്ടും. അതാണ് വ്യൂ പോയിന്റ് വരുന്നത്. എത്രാമത്തെ വളവാന്ന് എനിക്കറിയില്ല. എത്രാമത്തെ വളവ് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാ വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മുതൽ നമ്മൾ ഈ ഒരു താമരശ്ശേരി ചുരം സ്റ്റാർട്ട് ചെയ്തത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. അവിടെ ആ ഭാഗത്താണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കാണാൻ പറ്റും. പോയിട്ട് ഇവിടുന്ന് റോഡ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ആ ഭാഗത്ത് ആ ഒരു കാഴ്ചയിൽ നമുക്ക് നോളജ് സിറ്റി ഇല്ലേ, കാലിക്കറ്റ് നോളജ് സിറ്റി, അതൊക്കെ ഇവിടുന്ന് പക്കയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, ഉച്ചക്കാണ്. പക്ഷെ ഇവിടെ ഉച്ചയായിട്ട് ഇവിടെ കോട മൂടിയിട്ടുണ്ട്. ഇത് മേലോട്ട് കയറുന്തോറും കോട ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കോട മൂടിയ വേറെ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് ഒരു ചെറിയൊരു ഇതില്ലേ മങ്ങിയ പോലെ, അത് കോട മൂടിയതാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടുന്ന് വീണ്ടും സോറി എൻ്റെ കാല് ഇതിൻ്റെ അകത്ത് പെട്ടിട്ടാണ് ഇവിടെ. ഓക്കെ, ദാറ്റ്സ് ബൈ മിസ്റ്റേക്ക്. ഇവിടെയൊക്കെ നല്ല വേസ്റ്റ് നന്നായിട്ട് തള്ളിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വേസ്റ്റ് ഇടാനൊരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വേസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇടുക, പുറത്തിടല്ലേ. അത് ആ ഭാഗത്തൊക്കെ ഈ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ സൈഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ അവിടെ നിറച്ച് വേസ്റ്റ് എറിഞ്ഞിട്ട് അലമ്പാക്കിയിട്ടുണ്ട്. വയനാട് അതുപോലെ മൂന്നാറൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഏരിയയാണ്. അപ്പോൾ നമ്മളല്ല, പുറത്തുനിന്ന് ഒരുപാട് ടീംസ് വരുന്നുണ്ട്. നമ്മളെ കാര്യങ്ങൾ നമ്മളിങ്ങനെയാണെന്ന് അവർ വിചാരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഫൈനലി 9 എയർപിന്നും 55 കിലോമീറ്ററും താണ്ടി നമ്മൾ നേരെ വയനാടിൻ്റെ എൻട്രി ചെയ്തു. ഇനി നേരെ പോകും 900 കണ്ടിയിലോട്ടോ. അപ്പോൾ 900 കണ്ടിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ ബൈ.